ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കിള്ളി സാമ്പാർ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇത്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. തമിഴ്നാട് ഭാഗത്ത് അവർ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ഇഡ്ഡലി, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സാമ്പാറാണത്. ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് മിളകായ് കിള്ളി പോട്ട സാമ്പാർ. അതായത് മിളക് കിള്ളി പോടുക, മുളക് കൈകൊണ്ട് മുറിച്ചിട്ടില്ലേ നമ്മൾ, അത് അങ്ങനെ മുറിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാമ്പാറാണ്. അതുകൊണ്ടാണ് ഇതിനെ മിളകായ് കിള്ളി പോട്ട സാമ്പാർ എന്ന് പറയുന്നത്. ഈ കിള്ളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികളുടെ ആവശ്യമില്ല. തേങ്ങ വേണ്ട, മുളക് പൊടി വേണ്ട, മല്ലിപ്പൊടി വേണ്ട, സാമ്പാർ പൊടി വേണ്ട. അപ്പോൾ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കിള്ളി സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന്. കിള്ളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1/2 കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4 പച്ചമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വിസിലടിച്ചെടുക്കാം. ഞാനൊരു 5 വിസിലടിച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി എല്ലാം വെന്തിട്ടുണ്ട്. ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുഴഞ്ഞു വരണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കിള്ളി സാമ്പാർ ശരിക്കും നല്ലെണ്ണയിലാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ നല്ലെണ്ണയുടെ ആ ഒരു ടേസ്റ്റ്, ഒരു സ്മെല്ലും എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഇഷ്ടമാവുന്നവർക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്. അതും ഒരു 1/4 ടീസ്പൂണോട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയിലിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ, കരിഞ്ഞു പോകും അല്ലെങ്കിൽ. ഇനി വേണ്ടത് സാമ്പാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വറ്റൽമുളകാണ്. ഈ വറ്റൽമുളക് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു മണം വരുമല്ലോ. അപ്പോൾ അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ സാമ്പാറിന് ആ വറ്റൽമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. വറ്റൽമുളകിൻ്റെ ആ ഒരു എരിവാണ് നമ്മൾ സാമ്പാറിന് കിട്ടുന്നത്. ആ എരിവും ആ ഒരു മണമാണ് നമുക്ക് സാമ്പാറിന് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതാണ്. ഞാനൊരു 5 എണ്ണമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വറ്റൽമുളകിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-20 ചെറിയുള്ളി ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സവാള നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മൾ വേറെ വേവിച്ചെടുക്കുന്നൊന്നുമില്ല. ഈ എണ്ണയിൽ തന്നെ അത് വെന്ത് വരണം. അപ്പോൾ അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തക്കാളി വേവിച്ചെടുക്കാം. കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ഉലുവയും ജീരകവും എല്ലാം ചേർത്ത് കൊടുത്ത ടൈമിൽ അത് ചേർത്ത് കൊടുക്കണം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇളക്കി കൊടുത്തിട്ട് തന്നെ നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. തക്കാളി വെന്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ കുക്കറിൽ തന്നെ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പുളിയാണ്. കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ, ചെറിയൊരു വലിപ്പത്തിലുള്ള പുളി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പുളിയുടെ പുളിപ്പിനനുസരിച്ചിട്ട് ആ പുളി എടുക്കാവുന്നതാണ്. പിന്നെ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ ഈ പതയൊക്കെ വരുന്നുണ്ട്. ആ പത പോകുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ പതയെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ്. ഇങ്ങനെ പതഞ്ഞ് വരുന്നതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ കിള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ദോശയും ഇഡ്ഡലി അപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ്. ചോറിനൂടെ കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലയെന്നല്ല. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇഡ്ഡലിയും ദോശയ്ക്കൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.